ഹായ് ഹലോ, ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന മോമോസിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു മാവ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കണ പോലെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മേൽഭാഗത്ത് കുറച്ച് എണ്ണ തൂവിയിട്ട് വേണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് വരെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു പച്ചമുളക് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചിക്കനൊക്കെ വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മോമോസ് വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഒരു ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമുക്കൊരു ചട്നി കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു 3 തക്കാളിയും 5-6 ഉണക്കമുളകും പാടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഉണക്കമുളകിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉണക്കമുളക് ആദ്യം ഇട്ട് കൊടുക്കുക. അതൊരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടാറി വരുമ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പഞ്ചസാരക്ക് പകരം ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ നീട്ടി പരത്തിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തത്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി ചെമ്പിൽ 20 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മോമോസൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഈ നോമ്പ് കാലത്ത് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.